യദുവേ, യദു. ആ മാമന കയറി വന്നു. യദുവേ, ഞാൻ 3-4 പ്രാവശ്യം നിന്നെ അന്വേഷിച്ച് വന്നിരുന്നടാ. അപ്പോഴെല്ലാം ചാനലുകാരുടെ ബഹളമായിരുന്നു. ഇരിക്കണ ചുരുക്കി പറഞ്ഞ കരിക്കകം കമലാസനൻ്റെ ചേടാറം യദു ലോക പ്രശസ്തനായി. അതൊക്കെ പോട്ട്. എന്തരായുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. കോടതിയും കേസുമായിട്ട് ഇങ്ങനെ പോകുന്നു. അല്ലേ? ദിവസമുള്ള ചെലവിന്റെ കാര്യമൊക്കെ എങ്ങനെയാടാ? അത് അച്ഛൻ കച്ചവടം ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു. അതിനുശേഷം മേയർ റൂട്ടിയെ നേരിട്ട് വല്ലതും കണ്ടോടെ? ഇല്ല കണ്ടില്ല. ഒന്ന് പോയി കാണാത്തണ്ടാ ചെറുക്ക. കാണണ്ടല്ലോ, കാണേണ്ട ആവശ്യം ഇത്രയും ഒരിക്കൽ കണ്ടതിന്റെ പാട് ഇതൊരിക്കലും തീർന്നില്ലല്ലോ. ഇനി അടുത്ത എത്തിട്ടാണ്. ആരോ പറഞ്ഞ് ഞാൻ ഒരു കാര്യം കേട്ടടേ. അടുത്ത കോർപ്പറേഷൻ ഇലക്ഷന് നീ മേയർക്കെതിരെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോണെന്ന് ഞാൻ കേട്ട്. ശരി തന്നെ? അത് ഇതൊരിക്കലും ആരും പറഞ്ഞു ഉള്ള അറിവൊന്നുമില്ല. മാമൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഒരിതില്ല. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നിൽക്കും, അത്ര. കേട്ടത് ശരി തന്നെ. നിനക്കും ആഗ്രഹമുണ്ട്. പിന്നെ നിൽക്കാറുണ്ട്. പൊട്ടിക്കണമെന്ന് തന്നെയാ തീരുമാനം. പിന്നെ പൊട്ടിക്കണ്ടേ? 8 നിലയിൽ പൊട്ടിക്കണം. കെട്ടിവെച്ച പൈസ പോലും കിട്ടരുത്. പിന്നെ മാമൻ നിനക്ക് കെട്ടിവെക്കാനുള്ള പൈസ ഈ മാമൻ തരും. ഓക്കെ, വളരെ എന്നാ അച്ഛനുണ്ടാ? അച്ഛനുണ്ട്. പിന്നെ വേറെന്തെങ്കിലും ചേട്ടാ? വേറെ ഒന്നുമില്ല. കുഞ്ഞിന് സ്കൂൾ തുറക്കാറായി. കുഞ്ഞിന് ഷൂ ഒക്കെ വാങ്ങണം. ബാക്കിയെല്ലാം വാങ്ങിച്ച അച്ഛന്റെ ഇതിൽ തന്നെ കുറച്ച് പൈസയൊക്കെ ഇട്ട് വാങ്ങി. ഞാൻ വേറെ കേട്ടത്, നീ ഈ പൈസ തിരിക്കാൻ വേണ്ടിയാണ് ചുമ്മാ ഇങ്ങനെ ചാനലുകാരന്മാർക്ക് അവസരം കൊടുത്ത് പൈസ വല്ലതും കിട്ടിയാടാ? പൈസ കിട്ടി, പിന്നെ അല്ലാതെ ചാനലുകാർക്ക് അവസരം കൊടുത്തതല്ല. ഇതേപോലെയുള്ള ആൾക്കാര് ചാനലുകാരൊക്കെ പൈസ ഇട്ടിട്ട് അവരെനിക്ക് അയച്ചു തന്നു. എന്നുവെച്ചാ ഈ കേസിന് വേണ്ടിട്ട് ഹൈക്കോടതി പോകണമെങ്കിൽ ആ കേസിന് വേണ്ടിട്ട് പൈസ തരുന്നുണ്ട്. അങ്ങനെ എല്ലാരെയും ഇങ്ങനെ പൈസ പിരിച്ചുകൊണ്ട് കിടക്കാൻ ജോലി ചെയ്യുമെങ്കിൽ 715 രൂപയ്ക്ക് KSRTC ഓടിക്കാൻ പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പാടുപെടുന്ന പൈസയെ നമുക്കത് ഇങ്ങനെ നിൽക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പൈസ വാങ്ങിച്ചെന്ന് പറഞ്ഞ് അതും ഇപ്പൊ ഒരു കേസാവും. വേണമെങ്കിൽ ചെയ്തതും ചെയ്യാത്തതല്ലേ കേൾക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നീ മൊത്തത്തില് ഫേമസ് ആയല്ലടാ. നമ്മളിപ്പോ പാവപ്പെട്ട ജനങ്ങളെ പോലെ അതിലൊരുവനാണ്. അപ്പൊ അവര് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അവരെ ഒരു താങ്ങുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. നിന്റെ പേരില് ഫാൻസ് അസോസിയേഷനൊക്കെ തുടങ്ങിയെന്ന് കേട്ടല്ലേ? അറിയത്തില്ല, അതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ആളുകൾ നല്ല രീതിയിൽ വന്ന് ഷേക്കൻഡൊക്കെ തരുന്നുണ്ട്. അടിക്കാനൊന്നും വരുന്നില്ല. പറഞ്ഞ കാണുമ്പോ അടിക്കാൻ വരുമ്പോലെ വരും. ഇതുമല്ലേ ഷേക്കൻഡ്, ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ് എല്ലാവരും അഭിപ്രായം. അഭിപ്രായം പറയാനും മൂച്ചിയേറ്റി വിടാനും ഒക്കെ ഒരുപാട് പേര് കാണും. ഈ പാർട്ടിക്കാരന്മാര് മഹാകുഴപ്പമാണ്. അവര് മഹാകുഴപ്പമാണെങ്കിൽ അതിനെക്കാട്ടി കുഴപ്പം SFIയിലെ ഞാൻ ഉണ്ടായിരുന്നു. SFIയിൽ ഞാൻ ധനുശ്വരായിട്ടും കോളേജിൽ പഠിച്ചപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ള മാമൻ അറിയാമല്ല. അപ്പൊ അതില് എന്തായാലും ഞാൻ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതിലൊരു ചെറിയൊരു ഇത് എനിക്കും ഉണ്ട്. നമ്മള് പാർട്ടിയിൽ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ നിനക്ക് ഈ മാമനെ പോലെ ധൈര്യം തന്നെ? പിന്നെ ഉറപ്പാണ് തന്നല്ലേ. എടേ, ഇവിടെ ഒരു ബോർഡ് വയ്ക്കണം കേട്ടാ, മറന്നോല്ലേ? എന്തിനാണെന്ന് വെച്ചാ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിൽ. എടേ, നീ ഇപ്പം കരിക്കകം കമലാസൻ്റെ ചേടാറിനാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതല്ല, നിന്നെ ലോകം അറിയാൻ വേണ്ടി സഹായിച്ചത് ആരാണ്? മേയറമ്മ ഉണ്ട്. ഒട്ടും താമസിക്കരുത് ഇവിടെ മേയറമ്മ ഈ വീടിന്റെ ഐശ്വര്യം എന്നും പറഞ്ഞ് ചടാനൊരു ബോർഡ് വയ്ക്കണം. ആലോചിക്കണം. അച്ഛൻ്റെ അടുത്ത് ചോദിക്കണം. ആലോചിക്കാനൊന്നുമില്ല. അടുത്ത മാമൻ വരുമ്പോ ആ ബോർഡ് ഇവിടെ കാണണം കേട്ടാ. പിന്നെ മാമന്റെ സഹായം വല്ലതും വേണോടാ? വേണ്ട ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ ഇത് പറയാൻ പൈസ തരാന്നും പറഞ്ഞാണ് വന്നത്. വേണ്ട. പിന്നെ എനിക്ക് നിന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, മാമൻ പോണതിന് മുമ്പ് എടേ, ആവശ്യമില്ലാത്ത അശ്ലീല ആംഗ്യങ്ങളൊന്നും നീ കാണിക്കരുത് കേട്ടാ. അങ്ങനെ ഞാൻ കാണിക്കുന്നില്ല. മാമൻ അറിയാമല്ലോ, ഞാൻ കാണിക്കൂല എന്നുള്ള അറിയാലോ. നല്ല കുട്ടിയാണ്. അഥവാ ഇങ്ങനെ വല്ലതും കാണിച്ചാ മാമൻ ഇവിടെ വന്ന് നിന്റെ കമാല കുട്ടിയെ അടിച്ച് നരിച്ചു കളയും.